പ്രിയങ്കുട്ടാ, എന്തോ സാർ? അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? ആകാശദീപങ്ങൾ സാക്ഷി. ആകാശദീപങ്ങൾ സാക്ഷി. രാവണപ്രഭു സിനിമയിലെ അല്ലേ? രാവണപ്രഭുവിലെ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടല്ലോ. അറിയാതെ അറിയാതെ, പൊട്ടുകുത്തടി, പിന്നെ ഏതായിരുന്നു? തകില് പുകില്, സടക്ക് സടക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഇല്ലേ? അത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ പാടണ്ടേ? സിനിമ രാവണപ്രഭു, വർഷം 2001, മ്യൂസിക് സുരേഷ് പീറ്റേഴ്സ് സാർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് എന്റെ KJ യേശുദാസ് സാർ. All the best. All the best. താങ്ക് യു ചേച്ചി, താങ്ക് യു സാർ. ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി, അകമെരിയും ആരണ്യ തീരങ്ങളിൽ, ഹിമമുടിയിൽ ചായുന്ന വിൺഗംഗയിൽ, മറയുകയായി നീയാം ജ്വാലാമുഖം. ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി. ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി. തൊടിയായി ഞാൻ ഉണരുമ്പോൾ ഇടനെഞ്ചിൽ നീ എന്നും ഒരു രുദ്രതാളമായി ചേർന്നിരുന്നു. താണ്ഡവമാടും മനസ്സിലെ ഇരുളിൽ ഓർമ്മകളെഴുതും തരളനിലാവേ, വിട പറയും പ്രിയ സഖിയുടെ മൗന നൊമ്പരങ്ങളറിയും. ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി, അകമെരിയും ആരണ്യ തീരങ്ങളിൽ, ഹിമമുടിയിൽ ചായുന്ന വിൺഗംഗയിൽ, മറയുകയായി നീയാം ജ്വാലാമുഖം. ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി. മിടുക്കൻ. പ്രിയങ്കുട്ടാ, എന്തോ സാർ? ആദ്യത്തെ ഉമ്മ. പ്രിയങ്കുട്ടന് ഉമ്മ തരാൻ പോവാട്ടോ. അയ്യോ ഉമ്മ, ഇതെന്തിനാന്നറിയോ? എന്റെ ഹൃദയത്തിനെ തൊട്ടത്. പാട്ട് പാടി ഇവിടെ കൊണ്ടില്ലേ? ഉണ്ടോ? ആ കൊണ്ടു. ഒരു പ്രാവശ്യം കൊണ്ടതിനാണ് ഇപ്പൊ തന്നത്. ഇനി രണ്ടാമത്തെ പ്രാവശ്യം പിന്നെയും ഹൃദയം തൊട്ടതിന് എന്ത് തരും?
അടുത്ത ഉമ്മ ഉമ്മ. ഇനി പിന്നെ ഹൃദയം തൊട്ടതിന് മൂന്നാമത്തെ ഉമ്മ ഉമ്മ. അപ്പൊ ഹാട്രിക് ഓഫ് ഉമ്മാസ്. എങ്ങനെ കൊടുക്കാതിരിക്കും നമ്മുടെ റിയാൻകുട്ടന്? ആ വരികളൊക്കെ പറഞ്ഞില്ലേ, അതായത് ഹിമമുടിയിൽ ചായുന്ന വിൺഗംഗയിൽ, അകമേരിയും ആരണ്യ തീരങ്ങളിൽ. ഇതൊക്കെ അതിലെന്തോ ഒരു സങ്കട കുറവുണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? പക്ഷെ റിയാൻകുട്ടൻ പാടിയപ്പോ എനിക്കെന്തോ ഒരു ലംപിന്റെ ത്രോട്ട് പോലെയാണ്, ഇവിടെ എന്തോ ഇങ്ങനെ ആകപ്പെട്ട പോലെ എന്ന് പറഞ്ഞാൽ അത് സങ്കടം എനിക്ക് തോന്നി. ഹൃദയത്തിൽ നിൻമോഹ പ്രണയത്തിൻ ഭാവങ്ങൾ പഞ്ചാഗ്നി നാളമായി എരിഞ്ഞിരുന്നു. തൊടുവിരലിൻ തുമ്പാൽ നിൻ തിരുനെറ്റിയിൽ എന്നെ നീ സിന്ദൂരരേണുവായി അണിഞ്ഞിരുന്നു. പാട്ട് പാടി അത്തരത്തില് ആ ലിറിക്ക് കറക്റ്റ് ആയിട്ട് പാടിയിട്ടുണ്ട്. മലയാളം പോലെ പാടിയിട്ടുണ്ട്. കണിമഴ മലരായി വിട പറയും പ്രിയസഖിയുടെ മൗനവും. അത് ഗംഭീരമാണ്. അതും അക്ഷരങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അക്ഷരം എന്ന് പറഞ്ഞ അർത്ഥം അറിയാമോ? വാക്കുകൾ. അത് അക്ഷരം വാക്കല്ല. അക്ഷരം ചേർത്ത് വെക്കുമ്പോൾ മാത്രമാണ് വാക്കാണ്. വാക്കുകൾ ഒന്നിച്ച് ചേർത്ത് വെക്കുമ്പോൾ മാത്രമാണ് സെന്റൻസ് ആവുന്നത്. പറഞ്ഞോ, അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കുന്ന എന്നർത്ഥം. അക്ഷരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത എന്നർത്ഥം. അങ്ങനെ വലിയ അർത്ഥമുണ്ട് അക്ഷരം. അറിയാല്ല സാറിന്. ഞാൻ അക്ഷരത്തിനെ പറ്റി പറയാനുള്ള കാരണം, അതുപോലെ അക്ഷതം എന്ന് പറഞ്ഞ അരിയാണ്. അക്ഷതം. ക്ഷതം എന്ന് പറഞ്ഞാൽ ക്ഷതം അറിഞ്ഞൂടെ? ക്ഷതം ഞാൻ കേട്ടു. ക്ഷതം നമുക്കിപ്പോ ക്ഷതം സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരു തലകറക്കല്ല, മുറിവ്. അക്ഷതം. ക്ഷതമില്ലാത്തതേതോ അതാണ് അക്ഷതം. അക്ഷതം. അപ്പൊ അരിമണി നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അതില് ഇങ്ങനെ പൊട്ടിയതൊന്നും അക്ഷതമല്ല, അത് പൂർണ്ണ രൂപത്തിലുള്ളതാണ് അക്ഷതം. ക്ഷതമില്ലാത്തതെന്നർത്ഥം. അതാണ് അക്ഷതം. അരി ഈ പൂജയ്ക്കൊക്കെ എടുക്കുമല്ലോ, അങ്ങനെ വരുന്നത് അങ്ങനത്തെ അരിമണികളാണ് എടുക്കുന്നത്. ഞാൻ വാരി എറിഞ്ഞിട്ടുണ്ട് അരിമണി. അത് എന്റെ വീട്ടിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്പൂതിരിമാരൊക്കെ വരും. അപ്പൊ ഇങ്ങനെ വാരി എറിയും അരി. ഇപ്പൊ ഒരുപാട് വാരി എറിഞ്ഞല്ലോ എക്സ്പ്രഷൻസ്. എക്സ്പ്രഷൻസ് പല സ്ഥലത്തും എക്സ്പ്രഷൻസ്. അത് ഭയങ്കര, ഞാൻ ഹെഡ് ഓവർ ഹീൽസ് ഇങ്ങനെ വീണ് പോയി. പക്ഷെ തലകുത്തി വീണു അതിനകത്ത്. ഞാൻ അറിഞ്ഞില്ല. ഞാൻ എക്സ്പ്രഷൻ കൊടുത്തതും ഞാൻ ഫീല് കൊടുത്തതും ഒന്നും അറിഞ്ഞില്ല. ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല. സാക്ഷി മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ. ആ സാക്ഷിക്ക് കൊടുത്ത ഫീല് മാത്രമേ ഞാൻ അറിഞ്ഞു. അതൊരു വെബ്രാറ്റോ അല്ലേ? വെബ്രാറ്റോ. പിടിച്ച്. ഹൃദയത്തിൽ നിൻ മൂക പ്രണയത്തിൻ ഭാവങ്ങൾ പാടിയില്ലേ? ആ ഭാഗത്ത് കുറച്ച് ഹെഡ് വോയിസ് ഉപയോഗിച്ചിട്ടുള്ളത്. ആണോ? ഉപയോഗിച്ചു. അത് കൊള്ളായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ തുറന്നു പാടിയാൽ നന്നായിരിക്കൂലേ എന്ന് ഒരു അഭിപ്രായമുള്ള പോലെ. കുറച്ചുകൂടെ തുറന്നു പാടാമോ? ഹൃദയത്തിൽ നിൻമോഹ പ്രണയത്തിൻ ഭാവങ്ങൾ പഞ്ചാഗ്നി നാളമായി എരിഞ്ഞിരുന്നു. ഇതിനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ആദ്യത്തെ ഹാഫ് അത് ഓപ്പൺ ആയിട്ട് പാടുന്നു. പഞ്ചാഗ്നി നാളമായി എരിഞ്ഞിരുന്നു എന്നുള്ള സെക്കൻഡ് ഹാഫില് സോഫ്റ്റ് ആക്കണം. ഹൃദയത്തിൽ നിൻമോഹ പ്രണയത്തിൻ ഭാവങ്ങൾ പഞ്ചാഗ്നി നാളമായി എരിഞ്ഞിരുന്നു. കൊള്ളാം കേട്ടോ. വേറൊരു ചലഞ്ച് തരാം. എരിഞ്ഞിരുന്നു മാത്രം സോഫ്റ്റ്, ബാക്കിയല്ല ഓപ്പൺ. ചലഞ്ചാണോ ഇത്? ഇതൊക്കെ റിയാൻ എന്തോന്ന് പാട്. ഹൃദയത്തിൽ നിൻമോഹ പ്രണയത്തിൻ ഭാവങ്ങൾ പഞ്ചാഗ്നി നാളമായി എരിഞ്ഞിരുന്നു. ഇനി നമുക്ക് നേരെ തിരിച്ചു പാടിയാലോ? എങ്ങനെ? ഫസ്റ്റ് ലൈൻ കംപ്ലീറ്റ് എന്തായിരിക്കും? സോഫ്റ്റ് ആയിരിക്കും. എരിഞ്ഞിരുന്നു മാത്രം ഓപ്പണോ? അതെ. കമോൺ. ഹൃദയത്തിൽ നിൻമോഹ പ്രണയത്തിൻ ഭാവങ്ങൾ പഞ്ചാഗ്നി നാളമായി എരിഞ്ഞിരുന്നു. റിയാക്കോട്ടാ, എന്തോ എന്ത് പ്രൊഫഷണൽ ആടാ നീ. ഞെട്ടിപ്പോയിട്ടാ. പ്രൊഫഷണലോ? അതെ, ഞാൻ പിന്നെ സംശയം എന്താ ആയിക്കൊണ്ടിരിക്കല്ലേ. പിന്നെ ഈ ചരണത്തിന്റെ അവസാനം അത് അവിടെ ബ്രത്ത് ഒരു ട്രിക്കാണ് കേട്ടാ. അവിടെ ബ്രത്ത് കിട്ടാതെ വരില്ലേ, അവിടെ ശ്വാസം മുട്ടൂലേ ഏറ്റവും അവസാനം. പക്ഷെ റിയാൻകുട്ടൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? വളരെ ഇന്റലിജന്റ് ആയിട്ട് അത് കൈകാര്യം ചെയ്ത് നമുക്ക് ആ ശ്വാസം പോകും എന്ന് തോന്നുന്നിടത്ത് പോകുന്നില്ല,
തിരിച്ച് പല്ലവിയിൽ കയറുന്നു. ഞാനും അമ്മയും കൂടി ഡിസ്കസ് ചെയ്ത് അവസാനം കണ്ടുപിടിച്ചതാ എവിടെയാ എടുക്കണ്ടത്. എവിടെ എടുത്ത്? ഞാൻ അറിഞ്ഞില്ലല്ലോ, എവിടെ എടുത്ത്? മൗന നൊമ്പരങ്ങൾ അറിയും അറിയും എന്നെടുത്തു, ആകാശ ദീപങ്ങൾ എന്നെടുത്ത്. എന്റെ അമ്മോ, പ്രോ അല്ലേ, അക്ഷരങ്ങളൊന്നും പെട്ടാതെ ബുദ്ധിപൂർവം. അല്ലെങ്കിൽ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാ, റെക്കോർഡിങ്ങിന് പാടുമ്പോ പോലും ബുദ്ധിമുട്ടാ. അതൊക്കെ റിയാൻകുട്ടൻ കൃത്യമായിട്ട് കൃത്യമായിട്ട് അത് പാടിയിട്ടുണ്ട് കേട്ടോ. അത് അങ്കിളിന് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അനുഭൂതി എന്ന് പാടിയത് പോലെ ഉണ്ട്. അനുഭൂതി ഒരുപാട് വേണ്ട. എന്തായാലും ഈ പാട്ടില് മോൻ പാടിയതില് എനിക്ക് ഒരുപാട് അനുഭൂതി കിട്ടി. നമുക്ക് എല്ലാവർക്കും അനുഭൂതി കിട്ടി അല്ലേ ഉണ്ണിച്ചേട്ടാ? തീർച്ചയായിട്ടും. റിയാൻകുട്ടൻ, എന്തോ സാർ, ഞങ്ങള് മൂന്നാളും ശരിക്കും എൻജോയ് ചെയ്തു മോന്റെ പാട്ട്. താങ്ക് യു സാർ. അതായത് റിയാൻകുട്ടൻ ഒരു പാട്ടിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഒരു പാട്ടിന്റെ എല്ലാ വശങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് ആദ്യം വരികൾ ശ്രദ്ധിച്ചു, പിന്നെ ട്യൂൺ ശ്രദ്ധിച്ചു, പിന്നെ അതിലുള്ള എക്സ്പ്രഷൻസ് ഒറ്റ ബ്രത്തിൽ തന്നെ പാടാൻ ശ്രദ്ധിക്കുന്നു. അതിനുശേഷം എടുക്കുന്ന സമയത്ത് ബ്രത്ത് എടുക്കുന്നത് അറിയാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും വളരെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അപ്രോച്ചാണ് മോനെ ഓരോ പാട്ടിനോടും ചെയ്യുന്നത്. താങ്ക് യു സാർ. ഓക്കെ, കൂടുതൽ നല്ല ഗാനങ്ങളുമായി തിരിച്ചു വരണം. ഓക്കെ, തിരിച്ചു വരാം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സാർ. റിയാൻകുട്ടാ, എനിക്ക് എന്ത് സന്തോഷാന്നറിയോ റിയാൻകുട്ടനെ കാണുമ്പോ. ഞാൻ ഹാപ്പി ആവും. റിയാൻകുട്ടന്റെ ഹാപ്പിനെസ് കാണുമ്പോ എനിക്ക് പിന്നെയും സന്തോഷം വരും. പാട്ടും പാടി കഴിയുമ്പോഴത്തേക്ക് എന്റെ റിയാൻകുട്ടൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണല്ലോ പാടുന്നത്, അറിയാതെ മനസ്സിലാക്കിയിട്ടാണല്ലോ പാടുന്നത്, ചില കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴെനിക്ക് വരുന്ന സന്തോഷം എന്റെ റിയാൻകുട്ടാ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു എനിക്ക് റിയാൻകുട്ടനെ കേട്ടോ. ഇത്രയും മിടുക്കൻ കുട്ടി, നല്ല മിടുക്കൻ കുട്ടിയാണ് എന്റെ റിയാൻകുട്ടൻ. പാട്ട് പഠിച്ചതിന്റെ ആ ജേണി പറയുവാണ് ആക്ച്വലി. അങ്ങനെ എനിക്ക് തോന്നുന്നത് കൂടുതലും. അല്ല, എനിക്ക് തോന്നിയത് ഒരു സെമിടോൺ കേട്ടിരുന്നു വെച്ചാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആവുമായിരുന്നു പാട്ട് എന്ന് തോന്നി എനിക്ക്. മേലെ അവന് കുറച്ചും കൂടി സ്ട്രെയിൻ ആയിരിക്കും മേളിൽ പാടാൻ. നല്ല പ്രൊഫഷണൽ സിംഗർ, പ്രൊഫഷണൽ സിംഗർ ആയിട്ട് നമ്മുടെ റിയാൻകുട്ടൻ. അതെ, ഒരു സംശയമില്ല എനിക്ക്. റിയാൻകുട്ടൻ ഇനി മുന്നോട്ട് പോകുന്നതിന് ഇതിലും മിടുക്കനായി സംഗീതത്തിന് ഇനിയും നല്ലോണം അറിയും. സാറിന്റെ സിനിമ പഠിച്ചേ പ്ലേബാക്ക് സിംഗർ ആയല്ലോ. ഓൾ ദി ബെസ്റ്റ് കുട്ടാ, ഓൾ ദി ബെസ്റ്റ്. ഇത് ഏതാണ് പിച്ച്? ആകാശദീപങ്ങൾ സാക്ഷി ഡി ഷാർപ്പ്. അയ്യോ, കറക്റ്റ്. അപ്പൊ നമുക്ക് മാർക്കറിയാം. അല്ല, അതിന് മുമ്പേ ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ അനിയത്തി നന്നായിട്ട് പാട്ടൊക്കെ പാടും. എപ്പോഴും ഇങ്ങനെ ഷോർട്സിലൊക്കെ പാട്ടുകൾ കേട്ടിങ്ങനെ പാടാറുണ്ട്. എന്റെ അനിയത്തിയെ കൊണ്ടൊരു പാട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പഠിക്കണോ? ഇങ്ങോട്ട് വിളിക്കാം. പഠിക്കോ. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ തനിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ, പുഞ്ചിരിക്കാട്ടെ പാറും പൂമ്പാച്ചേ തുനുമ്പാച്ചേ, ചക്കരമാവൽ ചാന്നിരുന്നാട്ടെ, കിളിപ്പൂമകളെ നീ അറിയും പൂന്തലാണ്, ചിലപ്പൂമ്പിലായി പെയ്തുതരും തെൻകുടമാണ്, അലിവൂതെടുത്തുടും സാന്ദ്രതമാണ്, ഇതിലെ വാ കനവിലെ ചിലകുമാ, കനവിലെ വഴികളിൽ വേലുപോ നനയുവാ. ചിലകുമായി നനഞ്ഞു തുരുമ്പാറ്റ. മിടുക്കി. നല്ലൊരു ഗൈഡ് കൊടുക്കണ്ടേ? അപ്പൊ സീസൺ സാറിന്റെ ഓഡിഷന് പോകുന്നുണ്ടോ? പോണേട്ടോ, നന്നായിട്ട് പാടണേ കേട്ടോ. ഓക്കെ. റിയാൻകുട്ടൻ, എന്തോ സാർ? മാർക്ക് വേണ്ടേ? വേണം. ഇന്നത്തെ റിയാൻകുട്ടന്റെ ഈ ഒരു സോൾഫുൾ റെൻഡീഷന് നമ്മൾ മൂന്നാളും കൂടി 97.5 out of 100. Yes. Thank you, sir. Okay. Thank you, sir. Happy അല്ലേ? happy. അപ്പൊ റിയാൻകുട്ട ഓൾ ദി വെരി ബെസ്റ്റ്. Thank you, ചേച്ചി. നമുക്ക് പോ. ടാറ്റ പറഞ്ഞേക്ക്. ടാറ്റ. ടാറ്റ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.